എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു അറിയിപ്പ് വന്നിരിക്കുകയാണ്. വീണ്ടും നമ്മുടെ സംസ്ഥാനത്ത് 1000 രൂപയുടെ ധനസഹായ വിതരണം ആരംഭിക്കുകയാണ്. നിലവിൽ താൽക്കാലികമായിട്ട് മുടങ്ങിപ്പോയിരുന്ന ഒരു പദ്ധതിയാണിത്. പുതിയ സർക്കാർ, അതായത് വി.ഡി. സതീശൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് വീണ്ടും ഏറ്റെടുത്ത് നടപ്പിലാക്കുവാൻ പോകുന്നതായിട്ട് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള സൂചനകൾ ലഭിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള വിശദമായിട്ടുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോ സാധ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. നമ്മുടെ സംസ്ഥാനത്തെ ഉദ്യോഗാർത്ഥികൾക്ക് ഏറ്റവും വലിയ ധനസഹായമായിരുന്ന കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് പദ്ധതി, അതുമാത്രമല്ല മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കും അതോടൊപ്പം തന്നെ മറ്റ് വിവിധ കോഴ്സുകൾ, അതായത് ജോലിക്ക് വേണ്ടിയുള്ള തൊഴിലധിഷ്ഠിത കോഴ്സുകൾ, നൈപുണ്യ കോഴ്സുകൾ ചെയ്യുന്നവർക്കും ഏറ്റവും കൂടുതൽ പ്രയോജനകരമാവുന്ന ഒരു സ്കീമാണ് മുൻ സർക്കാർ അവതരിപ്പിച്ച CM കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് എന്ന് പറയുന്ന ഈ ഒരു പദ്ധതി. പ്രതിവർഷം 5 ലക്ഷത്തോളം പേരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് പദ്ധതി നടപ്പിലാക്കുവാൻ സർക്കാർ തീരുമാനിച്ചത്. എന്നാൽ നമ്മുടെ സംസ്ഥാനത്ത് നിലവിൽ 1 ലക്ഷത്തോളം അപേക്ഷകരാണ് വന്നിട്ടുള്ളത്. നിലവിൽ ഇപ്പോൾ അപ്രൂവൽ ആയിട്ടുള്ളത് 6 ലക്ഷത്തിലധികം ഗുണഭോക്താക്കളാണ്. അതിനുശേഷവും നിരവധി ഉദ്യോഗാർത്ഥികൾ നമ്മുടെ വീഡിയോകൾ കണ്ടും അല്ലാതെയും ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷ വച്ചവരുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനം വന്നിരിക്കുകയാണ്. ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് നിലവിൽ വിദ്യാർത്ഥി എന്ന നിലയിൽ നിന്ന് മാറി ഒരു ഉദ്യോഗാർത്ഥിയാകുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും കോഴ്സുകൾ കഴിഞ്ഞ് ചെറിയ ജോലികൾക്ക് വേണ്ടി പരിശ്രമിക്കുന്ന സമയമായിരിക്കും. അവരുടെ കൈവശം തുകയൊന്നും തന്നെ ഉണ്ടായിരിക്കുകയില്ല. അങ്ങനെയുള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ മുൻഗണന നൽകിക്കൊണ്ട് ഈ ഒരു സർക്കാർ പദ്ധതി വീണ്ടും പുനരവതരിപ്പിക്കുവാനായിട്ട് പോകുന്നത്. അപ്പോൾ കണക്ട് ടു വർക്ക് എന്ന് പറയുന്ന ജനപ്രിയ പദ്ധതി വീണ്ടും തുടരുകയാണ് എന്നുള്ള ഒരു ശുഭവാർത്ത ഈ ഒരു സമയത്ത് വന്നിട്ടുണ്ട്. അതായത് കണക്ട് ടു വർക്ക് എന്ന് പറയുന്ന ഈ ഒരു സ്കോളർഷിപ്പ് പദ്ധതിയുടെ കുടിശ്ശിക ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരുന്ന മാസം നമ്മുടെ അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ആകുന്നതാണ്. നിലവിൽ കുടിശ്ശിക വന്നിട്ടുള്ള ആനുകൂല്യങ്ങൾ മാത്രം വരികയല്ല ചെയ്യുന്നത്. അപേക്ഷ വെച്ച് കാത്തിരിക്കുന്ന ചില ഗുണഭോക്താക്കളുമുണ്ട്, അപ്രൂവൽ ആകാത്തവരുമുണ്ട്. അങ്ങനെയുള്ളവരുടെ വെരിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തുടക്കം കുറിക്കുന്നതാണ്. അതായത് പുതിയ സർക്കാർ അവതരിപ്പിക്കുവാൻ പോകുന്ന 100 ദിന കർമ്മ പദ്ധതികളുണ്ട്. ജൂലൈ മാസം 1-ാം തീയതി അതിന് തുടക്കം കുറിക്കുകയും ചെയ്യുന്നതാണ്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് പദ്ധതിയെ പരിഗണിക്കുമെന്ന് ഇപ്പോൾ തന്നെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് സൂചനകൾ ലഭിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മുടെ സംസ്ഥാനത്ത് ഈ ഒരു സ്കീമിലേക്ക് ചേർന്നിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മുൻപ് ആനുകൂല്യം ലഭിച്ചവർക്ക് അടുത്ത ഗഡുക്കളും അതോടൊപ്പം തന്നെ അപേക്ഷ വെച്ച് കാത്തിരിക്കുന്നവർക്ക് അതിൻ്റെ അപ്രൂവൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളും കൃത്യമായിട്ട് തന്നെ നടത്തപ്പെടുന്നതാണ്. പദ്ധതി 1 വർഷത്തേക്കാണ് സ്കോളർഷിപ്പ് ലഭിക്കുന്നത്. അതായത് 12,000 രൂപയോളമാണ് സ്കോളർഷിപ്പായിട്ട് ലഭിക്കുന്നത്. പിന്നീട് അടുത്ത വർഷം വരുമ്പോൾ പുതുതായിട്ട് ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നതാണ്. മുൻപ് ലഭിച്ചവർക്കല്ല, പുതുതായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് ആനുകൂല്യം ലഭിക്കുന്നത്. അതും 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെ പ്രായമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് കുടുംബ വാർഷിക വരുമാനം 2 ലക്ഷം രൂപയിൽ താഴെ അറിഞ്ഞാൽ മതി. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവരുമായി ബന്ധപ്പെടുത്തി പ്രത്യേകിച്ച് നോട്ടിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വന്ന ശേഷം ഹാൾ ടിക്കറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ വെച്ച് കൃത്യമായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. വരുമാന സർട്ടിഫിക്കറ്റ്, ബാങ്ക് ഡീറ്റെയിൽസ്, അതോടൊപ്പം തന്നെ നമ്മൾ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നുണ്ട് എന്നതിൻ്റെ അഫിഡവിറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ആവശ്യമാണ്. സംസ്ഥാനത്തെ എംപ്ലോയ്മെന്റ് ഡയറക്ടറേറ്റ് ആണ് ഈ ഒരു പദ്ധതിയുടെ ഏകോപന ചുമതലയുള്ളത്. തൊഴിൽ വകുപ്പും സഹകരിച്ചുകൊണ്ടാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. അപ്പോൾ ഈ ഒരു ജനപ്രിയ പദ്ധതിയുടെ സഹായം ലഭിക്കുന്ന എല്ലാവരും ഇതൊരു പ്രധാനപ്പെട്ട അറിയിപ്പായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റു ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റു വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.